എന്താടാ എന്താ ഒന്നുമില്ല. എന്താ നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം? മുഖത്ത് കള്ള ലക്ഷണം ഇല്ല അമ്മൂമ്മ. ഇല്ല, നീ ബാഗൊക്കെ തൂക്കി അങ്ങോട്ടാ? ഞാന് പഠിക്കാൻ പോണ്. അതിന് ഇന്ന് എവിടെന്നാ ക്ലാസ്? ക്ലാസ് ഇല്ല, ഫ്രണ്ടിന്റെ വീട്ടില് കമ്പൈൻ സ്റ്റഡി. എന്താന്ന്? കമ്പൈൻ സ്റ്റഡി. ഈ സംശയം ചോദിക്കാൻ പോണു. ആ, ബാഗൊക്കെ ആയിട്ട് നമ്മുടെ വണ്ടിയിൽ ഇപ്പം പോവും. അതിനെതിരൊന്ന് പരുങ്ങുന്നേ? ഇല്ല, പരിങ്ങാവുന്നില്ല. ഇപ്പം നമ്മുടെ ഒരാൾ ഊണ് വന്നായിരുന്നെങ്കിൽ അങ്ങ് പോവായിരുന്നു. ആര് വരാൻ? അളിയെ. എന്തിനാ അവൻ വരുന്നേ? അളിയന് ഇതെടുക്കണം. എന്തുവാ? മറ്റേതേ ഈ പോവാനുള്ളത് കാര്യം പറയടാ. ടിക്കറ്റ് എന്തോ നോക്കണമെന്നെന്തോ പറയുന്നുണ്ട്. റിട്ടേൺ ടിക്കറ്റ് എന്തോ നോക്കാൻ വേണ്ടി. അപ്പം പോണ വഴിക്ക് അവിടെ എവിടെ അങ്ങോട്ട് ഇറക്കിയിട്ട് ഞാനങ്ങ് പോകും. അല്ല വേറൊന്നുമില്ല. പോട്ടെ അമ്മ. ശരി ശരി. അളിയോ. എന്റെ സിധു, നീ ഇപ്പോഴാണ് എന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. നിന്റെ അനിയന്റെ കൂടെ ഞാനൊന്ന് പുറത്തു പോകുന്നത് പോലും നിനക്ക് ഇഷ്ടമല്ല. ചുമ്മാ വളച്ചൊടിച്ച് ഓരോന്നും പറയരുതിട്ട്. ആ ചെറുക്കൻ എന്തെങ്കിലും കേട്ടാണല്ലോ, പിന്നെ അത് മതി. എന്നാ ചെറുക്കൻ കേട്ട്. ചേച്ചിക്ക് എത്ര പ്രശ്നമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇലയെ പൊതിന്റെ ഭർത്താവിനെ കൊണ്ടുപോയി കട്ടിന്റെ അടിയിൽ വെക്കും. ചെറുക്കൻ്റെ മേടിക്കും കേട്ടാ. പിന്നെ അല്ലാതെ തന്നെ എന്താ പ്രശ്നം? എന്താ നിലവില് പ്രശ്നമൊന്നുമില്ല. ഇവന്റെ ഏതൊരു കൂട്ടുകാരന്റെ വീട്ടിൽ പഠിക്കാൻ പോവാന്ന്, അതും തൃപ്പൂണിത്തുറയില്. എന്തോ എടുത്താ പൊങ്ങാത്ത സംശയം. അപ്പൊ സിദ്ധുവും കൂടെ പോവാണെന്ന്. സിദ്ധു പഠിക്കാൻ പോകുന്നുണ്ടോ? പഠിക്കാനല്ല മുമ്മ, ഇവൻ പോകുന്ന വീട്ടിലെ നല്ല പറമ്പും കുളവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നാട്ടിൻപുറം വൈബൊക്കെ ഒന്ന് പിടിച്ചിട്ട് വരാന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. എന്നിട്ട് എവൻ പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ. മോന്റെ എന്തോ ടിക്കറ്റിന്റെ കാര്യം അന്വേഷിക്കാൻ എവിടെ മോനെ ഇറക്കി വിടണമെന്നോ എന്തൊക്കെയാണല്ലോ പറഞ്ഞേ. ടിക്കറ്റിന്റെ കാര്യം അന്വേഷിക്കാരാ? അപ്പൊ നീ തിരിച്ചു പോകുന്ന കാര്യമൊക്കെ ഫിക്സ് ആക്കിയാ? എന്നിട്ട് എന്റെ അടുത്ത് എന്താ പറയാ? അതല്ല, ഞാൻ ഈ പോകുന്ന വഴിക്ക് എന്റെ കാക്കനാട് ഇവിടെ എന്റെ ഒരു ഫ്രണ്ട് ഒരു ടിക്കറ്റ് ട്രാവൽ ഏജൻസി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ പോയി റേറ്റ് ഒക്കെ അന്വേഷിച്ച് വെച്ചേക്കാന്ന് ഓർത്തു. അത്രേ ഉള്ളൂ. അങ്ങനെ അടിയാ ഇറങ്ങിയാലാ? തൃപ്പൂണിത്തുറയില് എനിക്ക് ഒരുപാട് ഫ്രണ്ട് ഉണ്ട്. എന്റെ തൃപ്പൂണിത്തുറയിലുള്ള ഫ്രണ്ടിനെ മൊത്തം നിനക്കറിയൂ? പേര് പറ. അയ്യോ, പേര് ബിംബിളിക്ക് ബിളാപ്പി. പറ നീ പേര് പറ. നീ നമ്മുടെ തൃപ്പൂണിത്തുറയുള്ള മറ്റേ ഈ പൂർണ്ണത്രേച്ചി, അത് നമ്മുടെ ഈ കണ്ണംകുളങ്ങര, നമ്മുടെ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള നമ്മുടെ കണ്ണായി അവനെ വീട്ടിൽ വിളിക്കണ കണ്ണൻ. അയ്യോ, അവന്റെ പേര് ഞാൻ ഇതിനോട് ചോദിച്ചിട്ടില്ലടിയാ. ചോദിക്കണം അവനോട്. ചിലപ്പോ മഹാവിഷ്ണു എന്നായിരിക്കും. ചുമ്മാ ചേച്ചി തമാശ പറഞ്ഞൊന്നുമല്ല, നമ്മള് സീരിയസ് ആയിട്ട് പറഞ്ഞാണല്ലേ. എന്തോ വശവിശുണ്ടല്ലോ. എന്തോ ഒരു വശവശവും ഇല്ലല്ലോ. എവളുടെ കാര്യം. എടാ, പോണത് അടിപൊളി സ്ഥലമാണെങ്കിലേ ഞാൻ വരട്ടാ. അമ്മായിയും കൂടെ? എന്നാ ഒരു കാര്യം ചെയ്. അമ്മായിയും പാറും ലച്ചു ചേച്ചി അമ്മൂമ്മയോടെ കനകാന്റെ വിളി. എല്ലാവർക്കും കൂടെ പടം എടുത്തോണ്ട് പോവാ. അത് കൊള്ളാം, സൂപ്പർ ആയിരിക്കും. നമ്മളെല്ലാരും വേണം അല്ലേ? ഞാൻ വല്ല വിളിക്കാൻ പറയാൻ കേട്ടാ. ഞാൻ അവിടെ എന്തിനു പോണെന്ന് വിചാരിച്ചേ? പഠിക്കാൻ പോവാണ്. അല്ലെങ്കിൽ തന്നെ ഒരുത്തൻ എവിടെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ തന്നെ എല്ലാം അവിടെ പടം എടുത്തോണ്ട് വരവുണ്ട്. ഒരുത്തൻ പഠിക്കാൻ വേണ്ടി പോവാണ്. എന്റെ കൂടെ എല്ലാം അവിടെ വരരുത്. നീ പഠിക്കാനാണ് പോണത്, ഇവൻ എന്തിനാണ് വരുന്നത്? ഞാൻ കുളം കാണാൻ പോകുന്നു. അളിയൻ കുളം കാണാൻ പറഞ്ഞ് പിന്നെ തിരിച്ചു വരുമ്പോ ടിക്കറ്റ് സെന്ററിൽ അളിയന്റെ ഫ്രണ്ടിന്റെ ടിക്കറ്റ് എടുക്കണം. അല്ല, അളിയന്റെ ടിക്കറ്റ് എടുക്കണം. എന്തൊക്കെയോ നോക്കണ്ടേ? ഇറങ്ങാം. ചേച്ചി, കേശുവിന്റെ ബാഗ് ഒന്ന് സെർച്ച് ചെയ്തേ. എന്തോ ചുറ്റിക്കളിയുണ്ട്. ബാഗ് എന്തിന്? ബാഗ് എന്റെ ആവശ്യമില്ല. കൊടുക്കട്ടാ? എന്തിന്? ഒന്നുമില്ലെങ്കിൽ നീ ഇത്ര പേടിക്കണം എന്തിനാ? അല്ല, ഒന്നുമില്ലെങ്കിൽ ചേച്ചി ചെപ്പണെന്തിന്? എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. നീ ബാഗ് ഉണ്ടായിരുന്നോ അവിടെ? ബാഗ് തുറക്കുന്ന ഭയങ്കര മോശം പിടിച്ച പരിപാടി കേട്ടോ. കുഴപ്പമില്ല, ഞാൻ ഇച്ചിരി മോശക്കാരിയാണെന്ന് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. ഇതാണല്ലേ സംശയം വേണ്ട, തുറക്കല്ലേ. ബുക്ക് പോലൂല്ലേ ഇതിനകത്ത്? പിന്നെ നീ എന്തുണ്ടാക്കാനാ പോണത് അവിടെ? അപ്പുറത്തേക്ക് തുറന്നു നോക്കും. എന്റെ ലച്ചു, പിള്ളേർ എവിടെങ്കിലും പോകാൻ തുടങ്ങുമ്പോ ഇങ്ങനെ തടസ്സം നിക്കല്ലേ. തടസ്സം നിന്നൊന്നുമല്ലല്ലോ, എങ്ങോട്ടാ പോളെന്ന് അറിയണ്ടേ? നോക്കണം. ബാഗ് തപ്പാൻ വന്നേക്കണ വേറെണ്ണം.
എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. പോട്ടെ. ഓടി പെട്ടെന്ന് വന്നോളാം. ഡാ പോയിട്ട് വരുമ്പോളേ എന്തെങ്കിലും കൊണ്ടുവരണേ. പോട്ട് വരുമ്പോ എന്തിനുണ്ട് വരെ കഴിക്കാൻ എന്തെങ്കിലും. കഴിക്കാനുള്ളത് അതൊക്കെ നമ്മള് കൊണ്ടുവരുമല്ലേ പിന്നെ. പോട്ടാ അപ്പൊ വേറെ വല്ലതും ചെക്കണ വെച്ചതുകൊണ്ട് വേണോ ചെക്ക് ചെയ്യണോട്ടെ. പോമ്പാ ബാളി എടുത്തോ, വണ്ടി എടുത്തോ, വണ്ടി എടുത്തോ. അമ്മടുത്ത് പിള്ളേർ ഒരിടത്തോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. അപ്പൊ എന്തെങ്കിലും പറഞ്ഞ് തടസ്സം നിന്നോളൂ. ഇതൊരു സ്വഭാവം ഇത്. ഞാനല്ലോ പറഞ്ഞു, ഇവളല്ലേ പറഞ്ഞു എന്റെ അടുത്ത് ബാഗ് വെക്ക് ചെയ്യാൻ. അത് തന്നെ വെറുതെ കുതിരിപ്പുണ്ടാക്കണം അല്ലേ കുരിപ്പ്. എന്തോ സംശയം ഉണ്ടമ്മായി. എന്റെ ജന്മിയുണ്ടമ്മായി. എന്തുവാ നിനക്ക് സംശയം? നിനക്കെല്ലാം സംശയമാണല്ലോ. പുറത്തോലും ഉണ്ടോ എന്റെ ഇവിടെ? പുറത്തോലും ഉണ്ടോ? എന്റെ അടാ മതില് ചാടേണ്ടി വരും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എത്ര നാളെന്നറിയോ മതിലൊക്കെ ചാടിയിട്ട്? എന്താടാ? അല്ല മതില് നീ ഉദ്ദേശിച്ചതല്ല. ഞാൻ പറഞ്ഞു വന്നതേ, പണ്ട് ക്രിക്കറ്റ് ഒക്കെ കളിക്കാൻ പോകുമ്പോ നമ്മൾ മതിൽ ചാടിയിട്ടാണല്ലോ ഗ്രൗണ്ടിലേക്ക് പോവാ. അങ്ങനെ ഞാൻ അതാണല്ലോ ഉദ്ദേശിച്ചത്. ഞാൻ വേറെന്താ ഉദ്ദേശിച്ചെന്ന് വിചാരിച്ചു. അപ്പൊ ഞാനത് ഉദ്ദേശിച്ചതാ നീ വിചാരിച്ചു? ഞാനേത് ഉദ്ദേശിച്ചെന്നല്ലേ വിചാരിച്ചേ. അത് വിട്, അത് വിട്. നമ്മളാ ബൈക്കേ കൊണ്ടുപോയി അവിടെ വെച്ചില്ലെങ്കിലേ എന്ത് പ്രശ്നം അറിയോ? നമ്മളിപ്പോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് ബൈക്ക് വരണമെന്നിരിക്കട്ടെ, നേരെ നമ്മളെ തൂക്കും. നീയൊക്കെ അങ്ങോട്ട് പോയല്ലേ, പിന്നെ എന്തിനാണ് ഇതുവഴി വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സൈക്കോളജിയിലായിട്ട് നേരെ അതിൽ കൂടെ വന്ന് ഇവിടെ പാലാരി വെട്ട പച്ചാളം അങ്ങല്ലേ ഇത് നമ്മുടെ ഇവിടെന്ന് പുളിഞ്ചോട് പാളച്ചോട് കൊണ്ടുവന്ന് വണ്ടി വെച്ച് അവിടുന്ന് മതിലായിട്ട് ഇങ്ങോട്ട് കേറുമ്പോ അറിയില്ല. ബുദ്ധി അപാരം തന്നെ. പിന്നത് നമ്മളെ നല്ല ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഡൗട്ട് ഉണ്ടോന്നാ അളിയാ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ തൂക്കാനായിട്ട് എന്റെ പാറുവിനെ കഴിഞ്ഞിട്ട് വേറെ ആരുള്ളത്? ആരുടെ അനിയത്തി? നമ്മുടെ അല്ലേ. ഞാൻ ഓർത്തേ നീ ഈ ബാഗിനകത്ത് കൊണ്ട് ചൂണ്ടായി സാധനങ്ങളെല്ലാം വെച്ചിട്ട് പിടിക്കപ്പെടുമെന്ന് അവരുടെ മുന്നിൽ വെച്ച്. എനിക്ക് അത്രയും വലിയ ബുദ്ധിയില്ലെന്ന് അളിയും മേടിച്ചേ ചെറുതായിട്ട്. അളിയാ പറയട്ടെ സംഭവം. എവിടെ പോണു? ഇങ്ങോട്ടല്ലേ പോണ്ടേ? ഇങ്ങോട്ടാണോ? പിന്നല്ലാതെ ഇവിടെയല്ലേ സാധനം വെച്ചേക്കണേ. സാധനം എടുക്കണ്ടേ അളിയാ? അളിയാ പാറുള്ള സ്ഥലത്ത് നമ്മൾ അതിബുദ്ധി കാണിക്കണം, അല്ലെങ്കിൽ നമ്മളെ തൂക്കും. പിന്നെ അതുകൊണ്ടല്ലേ ഞാൻ സൈക്കോളജിക്കലായിട്ട് ഈ ബാഗ് എടുത്ത് ഇതിനകത്ത് 2 ബുക്കും വെച്ച് ആ ബാഗോടെ വെച്ചേക്ക്. ബുക്കും വെച്ചിട്ട് നമുക്കിടേണ്ട സാധനങ്ങൾ നീ നേരത്തെ കൊണ്ട് സെറ്റ് ആക്കി വെച്ചാ? പിന്നല്ലേ ചൂണ്ടേ സാധനമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിടിച്ചോ. പിന്നെ ചൂണ്ടേ സാധനങ്ങൾ ദാണ്ടേ ആയുധം. എങ്ങനെയാ? ഇത് ഗോതമ്പല്ലേ? ഗോതമ്പൊന്നുമല്ല, മൈദയാണോ? പിന്നല്ലാതെ മൈദ കൊരുത്തങ്ങോട്ട് ഇട്ട് കൊടുത്താണ്ടല്ലേ ചിങ്കി 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 ചിങ്കാന്ന് പറഞ്ഞ് കേറി വരും. അപ്പൊ പിന്നെ നമുക്ക് ഡ്രസ് മാറിയാലോ? ഡ്രസ് മാറാലോ? ഓക്കെ. അളിയന് ചോപ്പ് വേണോ നീല? അപ്പൊ താഴോട്ടൊന്നും കൊടുക്കണ്ടേ? ഇതിനകത്ത് ഏതെങ്കിലും അഴുക്കാക്കിട്ട് വീട്ടിൽ ചെന്ന് കേറിക്കൊടു. അപ്പൊ പിടിക്കപ്പെടും. ഉറപ്പല്ലേ? പിടിക്കപ്പെടുന്ന ഇങ്ങോട്ട് തന്നെ ഇറക്കി വിടും. ഇവിടെ പോയി ജീവിച്ചോളാൻ പറയും. സെറ്റ്. സെറ്റ്.